ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനും അമ്മയും അനിയത്തിയും പിന്നെ മാമിയും കൂടെ ചേർന്നിട്ട് തൊട്ടടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. ഇന്നവിടെ ഉത്സവം തുടങ്ങാം. ദശാവതാര ചാർത്ത് 10 ദിവസവും 10 അവതാരത്തെ പറ്റിയിട്ടുള്ള 10 അവതാരത്തിൻ്റെ ചാർത്താണ്. ഇതിൽ ഏറ്റവും എനിക്കിഷ്ടമുള്ള അവതാര ചാർത്ത് എന്ന് പറയുന്നത് ശ്രീകൃഷ്ണൻ്റെ. നല്ല രസമുണ്ട് കാണാനായിട്ട്. പോകുന്ന വഴിക്ക് തന്നെ ഭയങ്കര ബ്ലോക്കായിരുന്നു. അപ്പോൾ നോക്കിയപ്പോഴാണ് കുഞ്ഞു കാവടി, ഒരു രഥം, അതുപോലെ തന്നെ ഒരു വേല്, പിന്നെ ഉണ്ടായിരുന്നു ഒരു പീലിക്കാവടി നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. കുറേ പീലി അടുക്കി വെച്ചിട്ട് ഒരു വലിയ അത്യാവശ്യം വലുപ്പമുള്ള ഒരു പീലിക്കാവടിയായിരുന്നു. അത് കഴിഞ്ഞ് ബ്ലോക്കൊക്കെ മാറി നേരെ എത്തിയത് കോവിലിലായിരുന്നു. കോവിലിൽ ഇരുട്ടിയിട്ടില്ലാത്തതുകൊണ്ട് ലൈറ്റൊന്നും അത്ര എടുത്ത് കാണാൻ പറ്റത്തില്ല. നമ്മൾ പോയ സമയത്ത് അവിടെ ആറാട്ട് മണ്ഡപത്തിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളായിരുന്നു. അപ്പോഴും ഉദ്ഘാടനം ചെയ്തിട്ടില്ല. അതിൻ്റെ ഒരുക്കങ്ങളും അവിടെ നിറച്ച ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഉദ്ഘാടനമായിരുന്നു അന്ന്. അതെല്ലാം കഴിഞ്ഞ് അതൊക്കെ കണ്ടതിന് ശേഷം നേരെ ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറി മത്സ്യാവതാരമായിരുന്നു. ആ മത്സ്യാവതാരം പ്രാർത്ഥിച്ചതിന് ശേഷം പുറത്തിറങ്ങി നേരെ ക്ഷേത്രത്തിൽ നിന്ന് നേരെ വീട്ടിലേക്ക് വന്നതിന് ശേഷം സന്ധ്യ ആയതുകൊണ്ട് നേരെ പോയി വിളക്ക് കത്തിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.